بفضل صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم. നേരത്തെ ഓതിയ ദിക്റും അതുപോലെ തന്നെ യാസീനും ഇപ്പോൾ സലാത്ത് എല്ലാം തങ്ങളെ വാപ്പാൻ്റെ പേരിലും ഉമ്മാൻ്റെ പേരിലും ഉസ്താദിൻ്റെ പേരിലും നമ്മൾ ഹദിയ ചെയ്യാം. ബദരീങ്ങളും അതുപോലെ നമ്മളും നമ്മളെ കുടുംബക്കാരെല്ലാം മരിച്ചു പോയിട്ടുണ്ടാവുമല്ലോ, അവർ ഉമ്മാ ബാപ്പറെല്ലാം മരിച്ചു പോയിട്ട് അവരെയും ഖബറിലേക്ക് ഹദിയ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് ബദരീങ്ങൾ മജ്ലിസാണ്. ബദരീങ്ങൾ മജ്ലിസ് എന്ന് പറയുന്നത് എനിക്കെൻ്റെ കുറേ അനുഭവങ്ങളുണ്ട്. കൂടുതൽ എത്രയോ മക്കളില്ലാതെ വന്ന് വരുന്ന ബദരീങ്ങളുടെ പേരിൽ യാസീൻ എത്രയോ മക്കളുണ്ടായ ചരിത്രമുണ്ട്. അതെല്ലാം മതി. 40 35 വയസ്സുള്ള സ്ത്രീകൾ മക്കളില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ ബദരീങ്ങൾ ഒറ്റ യാസീൻ ഓതിൻ്റെ പേരിൽ മക്കളുണ്ടായതുണ്ട്. ഡോക്ടർമാർ മക്കളുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പക്ഷേ അവിടെ മക്കൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 30 വർഷം ജയിൽ അകപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ബദരീങ്ങൾ ഇവർക്ക് യാസീൻ എഴുതി 39ാമത്തെ ദിവസം നാട്ടിലെത്തിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കൊലക്കുറ്റത്തിന് വിധിച്ച ഒരു വ്യക്തി 40 ദിവസം യാസീൻ ഓതി ആ ഉമ്മ ഓതിയതിൻ്റെ പേരിൽ 41ാം ദിവസം വീട്ടിലെത്തിയതുകൊണ്ട് ഓക്കെ കൊലക്കുറ്റത്തിന് വിധിച്ചതാണ്. അതാണ് ബദരീങ്ങൾ. അപ്പോൾ ബദരീങ്ങൾ നമ്മൾ തവസ്സുൽ ചെയ്ത് ദ്വാരം കഴിഞ്ഞാൽ തീർച്ചയായും ഉത്തരം ഉറപ്പാണ്. പക്ഷെ എന്ത് വേണമെന്നറിയോ? കൽബിൽ ശുദ്ധി ഉണ്ടാവണം. അള്ളാഹുവിനൊന്ന് കൽബിലൊന്ന് പ്രത്യേകം ഒന്ന് പോകണം. ഇത് നമുക്കൊരു ഹോബിക്കോ ഒരു രസമെന്നുള്ളതല്ല. അള്ളാഹുവിൻ്റെ ബദരീങ്ങളെ അങ്ങേയറ്റം നമ്മൾ സ്നേഹിച്ച് അതേ നിലക്ക് കൽബിലൊന്ന് ശുദ്ധീകരിച്ച് അള്ളാഹുവിനോട് ബദരീങ്ങൾ തവസ്സുൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് ഉത്തരം കിട്ടാറുള്ളത്. പക്ഷേ നമ്മളെ കൽബിലും വളരെ മോശമാണ്. നമ്മളെല്ലാം ഇപ്പം ഞാൻ വിഷയത്തിൽ നിന്ന് ഇപ്പം കിടക്കുന്നില്ല. കാരണം നമ്മളിപ്പോൾ കൽബിലെ ഫിത്നയും ഫസാദും ഹസദും കിബറാണ്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഏറിയ ഒരു കാലഘട്ടമാണ്. മാത്രമല്ല ഇപ്പോൾ ഇവിടെ ലൈറ്റിൽ നല്ല പ്രകാശമുണ്ട്. നമ്മളെ കൽബിലില്ല പ്രകാശമില്ല. നമ്മളെ കൽബ് ബ്ലാക്കാണ്. ബ്ലാക്കാണ് കാരണം എന്താ നമ്മൾ തിന്നതും ഹറാമ്, കാണുന്നതും ഹറാമ്, ചെയ്യുന്നതും ഹറാമ്, എല്ലാം ഹറാമിലേക്ക് പോയത് കൊണ്ട് തന്നെ നമ്മളെ കൽബിലില്ല ശുദ്ധിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ദുആക്ക് ഉത്തരം കിട്ടുന്നുമില്ല. കാരണം അങ്ങനെ പോകുന്നു, കാലം അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ എത്രയോ ഇപ്പം ഈ കൂട്ടത്തിൽ തന്നെ പല ഔലിയാക്കന്മാരുണ്ടാവും. നമ്മളാൻ കാട്ടി എത്രയോ ഔലി ഇവിടെ ഉണ്ടാവും. അവരെല്ലാം ബർക്കത്തുകൊണ്ട് മാത്രമല്ല തങ്ങളെ വാപ്പാൻ്റെ ബർക്കത്ത് കൊണ്ടും ഉമ്മാൻ്റെ ബർക്കത്ത് കൊണ്ടും നമ്മളെ ഉസ്താദിൻ്റെ ബർക്കത്ത് കൊണ്ടും ബാപ്പാൻ്റെ ബർക്കത്ത് കൊണ്ടെല്ലാം നമ്മളെല്ലാവരെയും എല്ലാ ഹലാൽ അല്ലാഹു
പൂർത്തീകരിച്ച് തരുമാറാട്ടെ. അവരെ ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാൻ. നിലക്കണ്ടിന് നമ്മൾ സാദാത്തങ്ങൾ മരിച്ചുപോയി എന്ന് ഞാൻ അന്തം വിട്ടുപോയി. സാദാത്തങ്ങൾ മരിച്ചു, ആക്സിഡൻ്റായിട്ട് മരിച്ചു, ഞാൻ അന്തം വിട്ട്. തങ്ങൾ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നല്ലോ. നോക്കുമ്പോൾ ആൾ മാറി, സാദാത്തങ്ങൾ മാറും. ഏതായാലും ഇരിക്കട്ടെ. എല്ലാം തങ്ങൾ എന്താണ് പലതും കരുതിയിട്ടുണ്ടാവും, സബബ് എന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും ആ തങ്ങളൊക്കെ സന്തോഷത്തിലാക്കിക്കൊള്ളും. പെട്ടെന്നുള്ള ഒരു മരണമായതുകൊണ്ട് തന്നെ അവരെ ഭാര്യയും മക്കളെല്ലാം വളരെ വിഷമമാണ്. മാനായ റബ്ബി അവരെ കൽബിലെല്ലാം ശാന്തിയും സമാധാനം നീ പ്രദാനിച്ചു കൊടുക്കാൻ റഹ്മാൻ. ജനിച്ചാൽ ഒന്ന് മരിക്കും, അതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ഇങ്ങനെയുള്ള അപകടത്തിൽപ്പെട്ട് മരിക്കുക എന്നുള്ളത് അത് വലിയൊരു വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബി അങ്ങനെയുള്ളൊരു അപകടത്തിൽ ഒരു സയ്യിദന്മാരെയോ ഒരു പണ്ഡിതന്മാരെയോ ഒരു ഉമാക്കളെയോ ആരെയും നീ പെടുത്തല്ല റഹ്മാനെ. മാനായ റബ്ബി അപകടത്തിൽ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. മാനായ റബ്ബി സാദാത്തങ്ങൾ ഉമ്മാൻ്റെയും അതുപോലെ വാപ്പാൻ്റെയും ഉസ്താദിനെല്ലാം ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാൻ. അവർ ആഹ്റം നീ വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാനെ, പ്രകാശിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ഖുർആൻ ശരീഫ് കൊണ്ടും ദിക്ർ കൊണ്ടും സലാത്ത് കൊണ്ടും ദുആ കൊണ്ടും അവരെ ഖബർ നീ പ്രകാശിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അവരെ ഖബർ റബ്ബി നീ സീനത്താക്കി കൊടുക്കണം റഹ്മാനെ. സ്വർഗീയ പുതപ്പുണ്ട് അവരെയും ഞങ്ങൾ നീ പുതക്കണം റഹ്മാനെ. നരകത്തിൻ്റെ പുതപ്പുണ്ട് അവരെയും ഞങ്ങൾ നീ പുതക്കല്ല റഹ്മാനെ. മാനായ റബ്ബി അവരെയും ഞങ്ങളെല്ലാം നിൻ്റെ ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു തങ്ങളെ ഷഫാഅത്തിൽ അവരെയും നമ്മൾ നീ പെടുത്തണം റഹ്മാനെ. ഹബീബിൻ്റെ ഷഫാഅത്തിൽ അവരെയും നമ്മൾ നീ പെടുത്തണം റഹ്മാനെ. എൻ്റെ ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു തങ്ങളെ തൃക്കൈ കൊണ്ട് ഹൗലുൽ ഖുദ്സ് കുടിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അവരെ കിതാബിനെയും ഞങ്ങളെ കിതാബിനെയും നീ വലങ്കയിൽ തരണം റഹ്മാനെ, ഇടങ്കയിൽ നീ തരല്ല റഹ്മാനെ. വല്ലതും എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ മായ്ച്ചു കളയണം റഹ്മാനെ. റബ്ബേ നാളെ മഹ്ശറിൽ ചെന്ന് കഴിഞ്ഞാൽ അർശിൻ്റെ നീളത്തോട് പറഞ്ഞിട്ടുണ്ട്, ആ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെല്ലാവരെയും നീ പെടുത്തണം റഹ്മാനെ. അതികഠിനമായ ചൂടാണ് ഇപ്പോൾ തന്നെ. എത്രയോ എന്താണ് എന്നും മഴ പെയ്യാൻ ദിവസവും മാസങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ കഠിനമായ ചൂടാണ്. ഒരു തുള്ളി വെള്ളം പോലും ഭൂമിൻ്റെ അടിയില്ലാത്ത നിലയാണ് കാണുന്നത്. മാനായ റബ്ബി എന്ത് ശിക്ഷയാണ് അത് ശിക്ഷിക്കുന്നത്. നമ്മൾ എത്രയും നമ്മൾ ശിക്ഷിച്ചാൽ നമുക്കൊരു ബോധം കൽബിലില്ല. അള്ളാഹു കൊറോണ തന്നിട്ടും ശിക്ഷിച്ചു, പലതും കൊണ്ട് ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയുമാണ്. പക്ഷേ നമ്മളെ കൽബിൽ ഒരു മാറ്റവുമില്ല. പിന്നെയും ഫിത്നയും ഫസാദും അങ്ങനെ പോവന്നെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയാണ്. ഒരു തുള്ളി വെള്ളം പോലും ഒരു ശക്തിക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല. നമ്മൾക്കോ അല്ല ഇന്ത്യ ഗവൺമെൻറ്റിനോ ആർക്കും ഉണ്ടാക്കാൻ സാധ്യമല്ല. അത് റബ്ബിൻ്റേതല്ല. റബ്ബിൻ്റേതാണല്ലോ എല്ലാം. വെള്ളവും വായുവും റിസ്ക്കുമെല്ലാം റബ്ബിൻ്റേതാണ്. ആ റബ്ബിൻ്റെ വെള്ളവും റിസ്ക്കുമെല്ലാം നമ്മൾ ഭക്ഷിച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നത്? റബ്ബിന് എന്താണ് പൊരുത്തമില്ലാതെ, അതുപോലെ തന്നെ ഔലിയാക്കന്മാർക്ക് പൊരുത്തമില്ലാതെ, ബദരീങ്ങൾക്ക് പൊരുത്തമില്ലാത്ത ആ നിലക്കാണ് നമ്മൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു ആ നിലക്കുള്ള ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് പ്രത്യേകം ഞങ്ങളോട് പറയാണ്, മജ്ലിസ് എന്താണ് അങ്ങനെയുള്ള ബദരീങ്ങൾ മജ്ലിസാണ്. ആ ബദരീങ്ങൾ കാണിച്ച വഴിയിലേക്ക് തന്നെ പോകണം. എങ്കിൽ മാത്രമേ ബദരീകളുള്ള സ്നേഹം നമ്മൾ കൽബിലുണ്ടാവും. ആ ബദരീങ്ങൾ കാണിച്ച ആ വഴിയിൽ അങ്ങ് പോയി. എല്ലാം നമ്മൾ നാവോട് ഒരു ബദരീങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മളെ കൽബിലും നമ്മളെ ശരീരത്തിലുണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മൾ എന്താണ് ദുനിയാവും ആഹ്റം രക്ഷപ്പെടും. അല്ല, രക്ഷപ്പെടാൻ പ്രയാസമാണ്. ഇപ്പോൾ തന്നെ കഠിനമായ ചൂടാണ്. ഓരോരുത്തരും വന്ന് പറയാൻ തങ്ങളെ ഉണ്ടായ വെള്ളം പോലില്ല, കിണറില്ല, കിണറുണ്ടായ വെള്ളം പോലില്ല, അത് ബോറിലില്ല, എല്ലാം വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ പൂരയിൽ എന്താണ് എന്തോ ഒരു ജീവി ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ്. മാനമുള്ള മോമിനീങ്ങളെ, തീർച്ചയായും റബ്ബിൻ്റെ അദാബ് ഓരോന്നോരോന്നായി ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ നിങ്ങളെല്ലാം എന്താണ് അല്ലാഹുവിനോട് ഖേദിച്ച് മടങ്ങലല്ലാതെ ഓരോ വഴികളില്ല. എല്ലാ ഫിത്നയും ഫസാദെന്ന് പറഞ്ഞു പോയാൽ വീണ്ടും ശിക്ഷക്കർഹനായല്ലാതെ ഓരോന്നിവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബി മജ്ലിസിൻ്റെ ബഹുമാനം കൊണ്ട് ബദരീങ്ങൾ ബർക്കത്തുകൊണ്ട് റബ്ബി നീ 99 സിഫത്തുള്ളവരാണ്. ഒരു സിഫത്ത് കൊണ്ട് അടിമകൾക്ക് നീ കൃപ ചെയ്യണം റഹ്മാനെ. അടിമകൾക്ക് നീ പുറത്ത് മാഫാക്കി തരണം റഹ്മാനെ. നിൻ്റെ ഒരു സിഫത്ത് കൊണ്ട് നിൻ്റെ പരിശുദ്ധമായ വെള്ളം ഞങ്ങളെ കിണറിലും ബോളിലും നീ ഏറ്റി തരണം റഹ്മാനെ.
വെള്ളമാണ് അത്യാവശ്യം. വീട് സ്വർണ്ണമായതുകൊണ്ട് കാര്യമില്ല, വെള്ളമാണ് എല്ലാത്തിൻ്റെയും നില. അപ്പോൾ അതുകൊണ്ട് റഹ്മാനായ റബ്ബേ, ഞങ്ങൾ നീ ഇന്നലക്കുള്ള ആരോ എന്തോ തെറ്റ് ചെയ്ത് നിരപരാധികളായ ഞങ്ങളെ ഇതിൻ്റെ പരിശുദ്ധമായ ആ വെള്ളം ഉടച്ചവരെ ഞങ്ങൾക്ക് തരാതെ, ഞങ്ങൾ കുടിപ്പിക്കാതെ ആ നിലക്ക് ഞങ്ങൾ എന്താണ് ശിക്ഷിക്കല്ല റഹ്മാനെ. ഞങ്ങൾ പരിശുദ്ധമായ വെള്ളം ഞങ്ങളെ കിണറിൽ പോലും നീ ഏറ്റി തരണം റഹ്മാനെ. ക്യാമനാൾ വരെ നീ ഏറ്റി തരണം റഹ്മാനെ. എത്രയോ എന്താ കോളേജ് വരെ കൂട്ടൻ്റെ ഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും റഹ്മാനായ റബ്ബേ, മജ്ലിസിലെ ബഹുമാനം കൊണ്ട് ഞങ്ങൾക്ക് നീ പൂർത്ത് മാഫാക്കി തരണം റഹ്മാനെ. ചെറുതും വലുതുമായ ദോഷങ്ങൾ നീ പൂർത്ത് മാഫാക്കി തരണം റഹ്മാനെ. റബ്ബേ, മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി തന്നെ മരിപ്പിക്കണം റഹ്മാനെ. മുസ്ലിമായി ജനിച്ച് കാഫറായി ഞങ്ങളാരും മരിപ്പിക്കണം റഹ്മാനെ. റബ്ബേ, എല്ലാ വിഷയങ്ങളിലാക്കാലും നീ മല പോലെ വരുന്ന മഞ്ഞ് പോലെ നീ ആക്കണം റഹ്മാനെ. റബ്ബേ, ഹൈറും ഷറുമെല്ലാം നിന്റെ വക്കുന്നതാണ്, ഞങ്ങൾക്ക് നീ ഹൈറ് വിധിക്കണം റഹ്മാനെ. ഷഹറ് നീ വിധിക്കല്ല റഹ്മാനെ. മാനായ റബ്ബി, എല്ലാ അമ്പിയ മുസ്ലിങ്ങൾ വർക്കത്തുകൊണ്ട്, പ്രത്യേകിച്ച് ബദരീങ്ങൾ വർക്കത്തുകൊണ്ട്, ഈ രാജ്യത്ത് കിടക്കുന്ന എല്ലാ സയ്യിദന്മാരെയും ഔലിയാക്കന്മാരുടെയും സാലിഹ്യങ്ങളെ വർക്കത്തുകൊണ്ടോ റബ്ബേ, ഞങ്ങളെല്ലാ എൻ്റെ ബാപ്പാൻ്റെ വർക്കത്തുകൊണ്ട്, തങ്ങളെ ബാപ്പാൻ്റെ വർക്കത്തുകൊണ്ട്, ഉമ്മാൻ്റെ വർക്കത്തുകൊണ്ട്, ഉസ്താദിൻ്റെ വർക്കത്തുകൊണ്ടല്ല ഞങ്ങളെല്ലാ ഓരോരുത്തരുടെയും ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങൾ ഇസ്സത്ത് നീ കാക്കണം റഹ്മാനെ. ഇസ്സത്തോട് ജയിപ്പിക്കണം റഹ്മാനെ. ഇസ്സത്തില്ലാതെ ജയിപ്പിക്കണം റഹ്മാനെ. റബ്ബേ, നീയാണ് രോഗം തരുന്നത്, നീയാണ് ശിഫിയാക്കുന്നവൻ. രോഗത്തിൽ വെച്ച് ഏറ്റവും ചെറിയ രോഗമായിരിക്കാം ഞങ്ങൾക്ക് റബ്ബേ, അതുപോലും ക്ഷമിക്കാനുള്ള ക്ഷമ ഞങ്ങളില്ല റബ്ബേ. ക്ഷമിക്കാനുള്ള ക്ഷമ ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. പോരാ, അതോടുകൂടി ഞങ്ങൾ ദോഷങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. മാനായ റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളത്തോട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. വിജലമായ സ്ഥലത്ത് വെച്ചോ, ട്രെയിനിൽ വെച്ചോ, ബസ്സിൽ വെച്ചോ, കാറിൽ വെച്ചോ, പ്ലെയിനിൽ വെച്ചോ ഞങ്ങൾ നീ പിടിക്കല്ല റഹ്മാനെ. ഞങ്ങൾ അഹ്വാൾ വെച്ച് നീ പിടിക്കണം റഹ്മാനെ. റബ്ബേ, എത്ര ചെറുപ്പക്കാരാണ് റബ്ബേ ആക്സിഡൻ്റായി മരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ അപകടത്തും ഞങ്ങൾ ഓരോ ദിവസം നീ സലാമത്താക്കി തരണം റഹ്മാനെ. റബ്ബേ, ഏതെല്ലാം എന്തെല്ലാം എല്ലാ അപകടങ്ങളുണ്ടോ ആ അപകടത്തിൽ നിന്നെല്ലാം ഞങ്ങൾ ഓരോരുത്തർ ശരി ഖിയാമത്ത് വരുന്ന മക്കളെ ശരി നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങൾ ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തർ ശരീരം അപകടത്തിൽപ്പെട്ട് തൊണ്ടമായ നിലക്ക് കത്തിക്കെരി നിലക്ക് വെണ്ണൂറ് പോലെ നീ ആക്കല്ല റഹ്മാനെ. റബ്ബേ, നീ വെണ്ണൂറ് പോലെ ആക്കല്ല റഹ്മാനെ. റബ്ബേ, എൻ്റെ മഹളായ പതില് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വാഹനത്തിരുന്ന് പോകുന്നത്. ഞങ്ങൾ ഉദ്ദേശ സ്ഥലത്ത് നീ എത്തിച്ചു തരണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഉദ്ദേശ സ്ഥലത്ത് നീ എത്തിച്ചു തരണം റഹ്മാനെ. റബ്ബേ, എത്രയോ ആക്സിഡൻ്റായിട്ടും എല്ലാത്ത നിലയിലും ബോധരഹിതമായി കടന്നു വരുന്നവരുണ്ട്. ഹബീബിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അവരെ നീ ബോധം തിരിച്ചു കൊടുക്കണം റഹ്മാനെ. റബ്ബേ, കൊല്ലങ്ങളോളം ബോധരഹിതമായി ദുനിയാവിൽ നീ ഉരുട്ടല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങൾ കുടുംബക്കാർ, ഉസ്താദന്മാർ, സ്നേഹിതന്മാർ, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ എല്ലാം മരിച്ചുപോയി. അവരെ കബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവരെ ആഹ്റം നീ വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങളെ കൽബി ഇരുളിച്ച കൽബാണ്, ദോഷം കൊണ്ട് പോയ കൽബാണ്. ഫിത്നയും ഫസാദും ഹസദും കിബ്റും എല്ലാം അധികരിച്ച കൽബാണ് റബ്ബേ. ദിക്ർ കൊണ്ടും സലാത്ത് കൊണ്ടും ഖുർആൻ ഷരീഫ് കൊണ്ടും ദുആ കൊണ്ടും ഞങ്ങളെ കൽബും ശരീരം ശുദ്ധീകരിച്ച് തരണം റഹ്മാനെ. ഞങ്ങളെ കൽബ് ആഖിറത്തുള്ള കൽബാക്കണം റഹ്മാനെ. ദുനിയാവിൻ്റെ ഐശ്വര്യത്തോട് നടക്കുന്ന കൽബും ശരീരം ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാൻ. ഒന്നിൽ വിശ്വാസമില്ലാത്ത, ഭയമില്ലാത്ത, പേടിയില്ലാത്ത ഇബ്ലീസിൻ്റെ ഒരു കൽബും ശരി ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. എന്നെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കൽബും ശരി ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ കൽബ് ഖാലിസായ കൽബാക്കണം റഹ്മാനെ. ഞങ്ങളെ കൽബ് നീ തഖ്വാ കൊണ്ട് നിറക്കണം റഹ്മാനെ. നിൻ്റെ നൂറാനിയത്ത് കൊണ്ട് ഞങ്ങളെ കൽബും ശരി നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. റബ്ബേ, വേണ്ടാത്ത എല്ലാ തോന്നിച്ചുകളെ തൊട്ടും വേണ്ടാത്ത എല്ലാ സ്വപ്നങ്ങളെ തൊട്ടും ഞങ്ങളെ കൽബും ശരി സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ നാവ് ദിക്ർ ചൊല്ലുന്ന ആവാക്കണം റഹ്മാനെ. സലാത്ത് ചൊല്ലുന്ന ആവാക്കണം റഹ്മാനെ. ഖുർആൻ ഷരീഫ് ഓതുന്ന ആവാക്കണം റഹ്മാനെ. റബ്ബേ, വേണ്ടാത്ത ഫിത്ന പറയുന്നതോടെ ഞാൻ നാവിൽ നീ വലങ്ങണം റഹ്മാനെ. റബ്ബേ, ഹറാമായ ഭക്ഷണം ഞങ്ങൾ ഭക്ഷിപ്പിക്കണം റഹ്മാനെ. ഹലാലായ ഭക്ഷണം ഞങ്ങൾ ഭക്ഷിപ്പിക്കണം റഹ്മാനെ. റബ്ബേ, പട്ടിണികളിൽ നിന്ന് മരിച്ചാലും വെള്ളം കുടിച്ച് മരിച്ചാലും പൊതുജനങ്ങൾ വെച്ച് കൈയാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ ഞങ്ങളെ ഭാര്യമാരെയോ കുടുംബക്കാരെയോ ഇതിൻ്റെ ഉമ്മത്തിമാർ ക്യാമന്നാൾ വരുന്ന മക്കൾ ക്യാമന്നാൾ വരെ കൈയാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ആരും നീ പെടുത്തല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം
സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങൾ മക്കൾ ഖിയാമത്ത് വരുന്ന മക്കളെയും സ്വാലിഹായ മക്കളാക്കണം റഹ്മാനെ. ഉമ്മാക്കും ബാപ്പാക്കും ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ. ഉമ്മാക്കും ബാപ്പാക്കും എതിര് കൊടുക്കുന്ന മക്കൾ നീ ആക്കല റഹ്മാനെ. റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ഖിയാമത്ത് വരുന്ന മക്കൾക്കും നാഫിയാൽ ഏറ്റിത്തണം റഹ്മാനെ. നാഫിയാൽ ഏറ്റിത്തണം റഹ്മാനെ. ഇഫ്ദുൽ നീ പ്രദാനം ചെയ്യും റഹ്മാനെ. ഫഹ്മിന് നീ പ്രദാനം ചെയ്യും റഹ്മാനെ. ഓർമ്മശക്തി നീ തരണം റഹ്മാനെ. മറവി ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. റബ്ബേ യഖീൻ നീ പ്രദാനം ചെയ്യും റഹ്മാനെ. ഞങ്ങളെ മക്കൾ ഉഖ്റവിയായ മുത്തഅല്ലിമീങ്ങളാക്കണം റഹ്മാനെ. ഉഖ്റവിയ ആലിമീങ്ങളാക്കണം റഹ്മാനെ. പേരിന് വേണ്ടിയോ പ്രസ്തുക്ക് വേണ്ടിയോ പെരുമയ്ക്ക് വേണ്ടിയുള്ള ആലിമീങ്ങളാക്കൽ റഹ്മാനെ. റബ്ബേ ആലിമീങ്ങൾ പോലും പേച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എല്ലാ സ്വർണ്ണ ആലിമീങ്ങളും നീ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ എത്രയോ ദ്വാരക്കാനുകളെ ഏൽപ്പിച്ചവരുണ്ട്. അവരുടെ നാടും വീടും പേരെല്ലാം നിനക്കറിയാം. അവരെല്ലാം ഹലാല മുറാദ് ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം വിഷമങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണം റഹ്മാനെ. റബ്ബേ മജ്ലിസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും എല്ലാ വാഹിറും ബാത്തുമായ രോഗം ശിവ കൊടുക്കണം റഹ്മാനെ. എല്ലാ രോഗത്തോടും മാരകത്തോടും ഞങ്ങളെയാളും ബന്ധപ്പെട്ട എല്ലാവരെയും നബിൻ്റെ ഉമ്മത്തിമാരെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. എത്രയോ മാരകമായ രോഗങ്ങൾ പിടിവിട്ട് ഹോസ്പിറ്റലിൽ വീട്ടിൽ കിടന്ന് നീ ശിവ കൊടുക്കണം റഹ്മാനെ. അതിൽ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ ഞാൻ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ ഈ ദുനിയാവിൽ ശിക്ഷിക്കുന്ന സമയത്ത് എല്ലാവരുടെ സഹായം ഉണ്ടായെന്ന് വരും. ഖബറിൽ ശിക്ഷിക്കുന്ന സമയത്ത് ഒരാളെ സഹായം ഖബറിൽ റബ്ബേ അവരുടെ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. അവിടെ നീ വായിബാക്കൽ റഹ്മാനെ. ഞങ്ങളെ ഖബർ നീ വിശാലമാക്കണം റഹ്മാനെ. ഞങ്ങളെ ഖബർ തീയാനും പുകയാനും നിറക്കല്ല റഹ്മാനെ. ഞങ്ങളെ ഖബർ നീ കൊടുസാക്കൽ റഹ്മാനെ. ഞങ്ങളെ ഖബർ നീ ഞെരുക്കല്ല റഹ്മാനെ. സ്വർഗീയ പുതപ്പ് കൊണ്ട് നീ പുതക്കണം റഹ്മാനെ. നരകത്തിൻ്റെ പുതപ്പ് കൊണ്ട് ഞങ്ങൾ ആരെയും പുതക്കല്ല റഹ്മാനെ. റബ്ബേ ഞങ്ങളെ കിതാബിനെ നീ വലങ്കയിൽ തരണം റഹ്മാനെ. ഇടങ്കയിൽ നീ തലല്ല റഹ്മാനെ. വല്ലതും എഴുതപ്പെട്ടിട്ട് നീ മായ്ച്ചുകളാം റഹ്മാനെ. റബ്ബേ നാളെ മഹ്ശറിൽ ചെന്ന് കഴിഞ്ഞാൽ അർശിൻ്റെ നേട്ടോട് പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ സാധുക്കളെ നീ പെടുത്തണം റഹ്മാനെ. മാനായ റബ്ബേ ഞങ്ങളുടെ ശരീരം പാമ്പുകളും തേളുകളും ഉറുമ്പുകളും പുഴുക്കളും തിന്നാലും ശരീരം നീ ആക്കല്ല റഹ്മാനെ. ഞങ്ങളെ നീ സലാമത്താക്കി തരണം റഹ്മാനെ. മാനായ റബ്ബേ പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് പല നിലക്കുള്ള പല നിയമങ്ങൾ ദീനെതിരായ പല നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് റബ്ബേ. എല്ലാ നിയമങ്ങളും നീ വലിച്ചെറിയണം റഹ്മാനെ. മാനായ റബ്ബേ ഗവൺമെൻറ്റിനെ തന്നെ നീ വലിച്ചെറിയണം റഹ്മാനെ. മാനായ റബ്ബേ ഇന്ത്യ രാജ്യത്ത് ദീനെതിരുന്ന ഏതെല്ലാം നിയമങ്ങളുണ്ടോ പടച്ചോനെ ബദരീങ്ങളോട് ഞങ്ങൾ ഒരു ദുആ ചെയ്യാമെന്നല്ലാതെ തവസ്സുൽ ചെയ്യാമെന്നല്ലാതെ വേറൊരു വഴി ഞങ്ങളില്ല. ഒരു വിരലങ്കാൻ പോലും ഞങ്ങൾക്ക് സാധ്യമല്ല. റഹ്മാനായ റബ്ബേ ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് സാദാത്തുകളെ ബർക്കത്തുകൊണ്ട് റബ്ബേ സ്വാലിഹീങ്ങളെ ബർക്കത്തുകൊണ്ട് എൻ്റെ ബാപ്പാൻ്റെ ബർക്കത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ദീൻ എതിരുന്ന മുഴുവൻ നിയമങ്ങൾ നീ മൻസൂഹാക്കണം റഹ്മാനെ. ആ നിയമങ്ങളെല്ലാം നീ ദുർബലപ്പെടുത്തണം റഹ്മാനെ. ആ നിയമങ്ങളെല്ലാം നീ വലിച്ചെറിയണം റഹ്മാനെ. പ്രത്യേകിച്ച് ഏക സിവിൽ കോഡും അതുപോലെ പൗരത്വമെല്ലാം നീ വലിച്ചെറിയണം റഹ്മാനെ. ഗവൺമെൻറ്റിനെ തന്നെ നീ വലിച്ചെറിയണം റഹ്മാനെ. ആ ഗവൺമെൻറ്റിനെ തന്നെ നീ എല്ലാം നിൽക്കും നീ വ്യവസ്ഥക്കാക്കണം റഹ്മാനെ. ഒരു കാര്യത്തിൽ യോജിപ്പിലാക്കല്ല റഹ്മാനെ. ശത്രുക്കളെ മുമ്പിൽ ഞങ്ങൾ മുട്ടി നീ മടക്കല്ല റഹ്മാനെ. ശത്രുക്കളോട് നേരിടാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. എല്ലാ ശത്രു വിഭാഗങ്ങളെയും നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. ഇന്ത്യ രാജ്യത്ത് എത്രയോ സ്റ്റേറ്റുകളുണ്ട്. പല സ്റ്റേറ്റിൽ നിരപരാധികളായ ഇമാമികളെയും നിരപരാധികൾ ആൾക്കാരെയും അതുപോലെ എത്രയോ കെട്ടിടങ്ങളും പള്ളികളും മദ്രസകളെല്ലാം നശിപ്പിക്കുന്ന ആര് നശിപ്പിക്കുന്നു അവരെ നീ നശിപ്പിക്കണം റഹ്മാനെ. ആര് നശിപ്പിക്കുന്നു അവരെ നീ നശിപ്പിക്കണം റഹ്മാനെ. റബ്ബേ നീതികളുണ്ടാക്കുന്ന ഒരു ഭരണാധികൾ ഒരു രാജ്യത്തിൽ നീ നിലനിർത്തല്ല റഹ്മാനെ. നീതിമാരായ ഭരണാധികൾ നീ പ്രദാനം ചെയ്യും റഹ്മാനെ. മാനായ റബ്ബേ ദീൻ എതിരുന്ന മുഴുവൻ ശത്രുക്കളെയും നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. എൻ്റെ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് എല്ലാ ഗ്രാമങ്ങളും മഹല്ലുകളും പട്ടണങ്ങളും ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ ഇവിടെ തബറുക്ക് കൊടുക്കുന്നുണ്ട്. ആര് ഭക്ഷിക്കുന്ന എല്ലാ വാഹിറും ബാത്തുമായ രോഗം ശിവ കൊടുക്കണം റഹ്മാനെ. അത് ഭക്ഷിക്കലോടുകൂടി മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണം റഹ്മാനെ. റബ്ബേ സാദാത്തുകൾ അന്നേക്കാണ് ബദരീങ്ങൾ പേരുള്ളതുമാണ്. എല്ലാവരും ഭക്ഷിച്ച് പോകാൻ പറ്റും. അത് എന്താണ് വരുന്ന രോഗത്തിനും വന്ന രോഗത്തിനെല്ലാം അതൊരു മറന്നാണെന്ന് കരുതി നിങ്ങളെല്ലാവരും എന്താണ് ആ തബറുക്ക് ഒന്ന് വാങ്ങി കഴിച്ചങ്ങ് പോകണം. അതാണ് നമ്മൾ ഏറ്റവും മക്കളെ. അതുകൊണ്ട് നമ്മൾ നന്നാന്നല്ല നമ്മൾ നന്നാൻ പ്രയാസ. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ ബദരീങ്ങൾ ബർക്കത്തുകൊണ്ട് അങ്ങനെയുള്ള ആ തബറുക്ക് ഭക്ഷിക്കലോടുകൂടി ഞങ്ങളെ ലാഹിറും ബാത്തുമായ രോഗം അതുകൊണ്ട് ശിഫ തരണം റഹ്മാനെ. റബ്ബേ സാദാത്തുകളാണല്ലോ
പ്രത്യേകിച്ച് ബദരീങ്ങൾ മജ്‌ലിസുമാണ്. എല്ലാം കൊണ്ടും ആ നിലക്കുള്ള ഒരു പരിശുദ്ധമായ നിലയാണ്. അതുകൊണ്ട് മാത്രമല്ല തൊട്ട് കിടക്കുന്ന മാസം റമളാൻ മാസമാണ്. ആ മാസം റബ്ബേ മുഴുവനും നോമ്പ് നോക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് റഹ്മാനെ. ആ മാസം റബ്ബേ ഞങ്ങൾക്ക് കേടായി നിൽക്കുന്ന നീ മാസമാക്കല്ല റഹ്മാനെ. ആ മാസത്തിൽ അള്ളാഹു കുറേ ഓഫർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ മുത്തഅല്ലിമീങ്ങളോട് എൻ്റെ ഉസ്താദന്മാരോട് ഞാൻ പറയാൻ അർഹതല്ലെങ്കിലും ഞാൻ പ്രത്യേകം കൂടെ പറയാണ്, ആ റമളാൻ മാസം കഴിയുന്നത്ര നിങ്ങൾ എന്താണ് ഖുർആൻ ഓതി ഒന്ന് അള്ളാഹുവിൻ്റെ അദാബ് ഒന്ന് കുറക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഇതേ ഇപ്പോൾ രക്ഷയുള്ളൂ, വേറെ രക്ഷയൊന്നുമില്ല. കഴിയുന്നത്ര ഇപ്പോഴെല്ലാം ഇബ്ലീസ് ഇറക്കപ്പെട്ട എന്താണ് ഇബ്ലീസ് ജയിച്ച കാലമാണ്, ഞങ്ങൾ പരാജയപ്പെട്ട കാലമാണ്. അതുകൊണ്ട് തന്നെ ഫിത്നൻ്റെ ഇജാസുള്ള കാലമാണ്. എന്നാൽ മൊബൈൽ തന്നെ ഫിത്നൻ്റെ ഇജാസുള്ള സാധനമാണ്. അതിൽ കൂടി നിങ്ങൾ ഫിത്ന അങ്ങ് പറയാൻ പോയാൽ തീർച്ചയായും റബ്ബിൻ്റെ ശിക്ഷ കഠിനമാണ്. കുറേ ഗ്രൂപ്പ് ഇങ്ങോട്ടാക്കാം, കുറേ ഗ്രൂപ്പ് അങ്ങോട്ടാക്കാം, കുറേ ഫിത്ന ഇങ്ങോട്ടും പറയാം, കുറേ ഫിത്ന ഇങ്ങോട്ടും പറയാം. ഒരു കാര്യം നമുക്കില്ല. മാത്രമല്ല വെറുതെ സമയം അതിൽ ഒത്തി ആ സമയങ്ങൾ ഒരു 10 സലാത്ത് ചൊല്ലുക, അല്ല ഒരു ഖുർആൻ ഒരു ജുസ് ഓതിയാൽ മക്കളെ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ നിത്യമൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് തന്നെ ആ റമളാൻ മാസമായി കഴിഞ്ഞാൽ മക്കളെ നമ്മളെല്ലാം ബാപ്പ എന്താണ് ആ റമളാൻ മാസമായി കഴിഞ്ഞാൽ എന്താണ് എത്ര ഖുർആൻ ഖത്തമാണ് ഓതും മക്കളെ. ഇപ്പം ഞാൻ നിങ്ങൾ ഖുർആൻ ഖത്ത് ഓതിയവരാണോ ഒന്ന് ആലോചിച്ച് നോക്കി. കഴിയുന്നത്ര എന്താണ് 10, 20, 30 ഖത്തം തീർത്ത റബ്ബിൻ്റെ അടുത്ത് നമുക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. കാരണം ഞാൻ നിങ്ങൾ നിസ്കരിക്കുന്നു, അള്ളാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്നറിയില്ല. എന്നാൽ നേരെ മറിച്ച് അള്ളാഹ് മാസത്തിൽ എന്താണ് ആ ഖുർആൻ ഓതിയാൽ നമുക്ക് റബ്ബിൻ്റെ അടുത്ത് പറയാം, എൻ്റെ ഖുർആൻ ഞങ്ങൾ എത്രയോ ഖത്തം ഓതിയിട്ടുണ്ട് റബ്ബി, അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തണം, ഓതാണ്ട് രക്ഷപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര നിങ്ങൾ മുത്തഅല്ലിമീങ്ങളെല്ലാം ഇരുന്ന് ഒന്ന് ഖുർആൻ ഓതുക. ഉള്ള ഫിത്ന മൊബൈലെല്ലാം ഒന്ന് ഓഫ് ചെയ്ത്, അതുപോലെ തന്നെ TV എല്ലാം ഒന്ന് ഓഫ് ചെയ്ത് എന്താ മക്കളെ ഒന്ന് ഹൈറിലേക്ക് അങ്ങ് പോകണം, ഷറിലേക്കല്ല പോകേണ്ടത്. എല്ലാം നമുക്ക് അള്ളാഹു എല്ലാം ഖുർആൻ ഖത്തം ഓതുവാനും ആ നിലക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റമളാൻ മാസം നമുക്ക് അനുകൂലമായി നിൽക്കുന്ന മാസം നീ ആക്കണം റഹ്മാനെ. അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങി സ്വർഗം കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് റഹ്മാനെ. നരകം കാണുന്നൊരവസ്ഥയിലേക്ക് ഞങ്ങൾ നീ എത്തിക്കല്ല റഹ്മാനെ. റബ്ബേ സക്രാത്തിൻ്റെ സമയത്ത് ഇബ്ലീസിൻ്റെ ശവം കാത്ത് രക്ഷിക്കണം റഹ്മാനെ. സ്വർഗത്തിൻ്റെ ഫോട്ടോകളെ ഏൽപ്പിക്കണം റഹ്മാനെ. അവസാനം ഞങ്ങളെല്ലാം ഓരോരുത്തരും ആക്കിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി എന്നുള്ള കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന സജ്ജൻ നീ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെല്ലാവരും ജന്നാത്തുൽ ഫിർദൗസ് നീ കടത്തണം റഹ്മാനെ. ജഹന്നം നരകത്തിട്ട് ഞങ്ങൾക്ക് എരിക്കല്ല റഹ്മാനെ. ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബ്. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണം, ആരും ബേജാറാക്കരുത്, കുറച്ചും ക്ഷമിച്ചാലും ഇൻഷാ അല്ലാഹ് നല്ല ബർക്കത്തുള്ള മജ്ലിസാണ്. അള്ളാഹു നമ്മുടെ മുത്തഅല്ലിമീങ്ങളെല്ലാം അള്ളാഹു ഉഖ്റവിയായ ആലിമീങ്ങളാക്കട്ടെ. മുദരിസുമാരെല്ലാം അള്ളാഹു നല്ല ഉഖ്റവിയായ ആലിമീങ്ങളെ കൂട്ടത്തിൽ പെടുത്തട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഭക്ഷണം കഴിച്ചു പോകണം. അതെ മാഷാ